എന്തിനാ വീണ്ടും കാർത്തികയോട് വഴക്കുണ്ടാക്കുന്നേ? കാർത്തിക വീട്ടിലെ മദ്യക്കുപ്പിയായിട്ടായിട്ട് വന്നത്. ചേച്ചേ, കാർത്തിക അങ്ങനെയൊന്നും ചെയ്യില്ല അഖിൽ. ഇല്ല എടുത്ത്, ഞാനിപ്പോ കണ്ടതാ അത്. അവള് കൊണ്ടുവന്നത് മദ്യക്കുപ്പി തന്നെയാ. നീ തെറ്റിദ്ധരിച്ചതായിരിക്കോടാ. എന്തെന്നെ വന്നാലും വീടിനകത്ത് ഒരിക്കലും കാർത്തിക അങ്ങനെ ചെയ്യില്ല. അവൾക്ക് നമ്മളിപ്പോ ആരുമല്ല ഏട്ടാ. നമുക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഞാൻ പോയി നോക്കട്ടെ അഖിൽ, നീ ടെൻഷൻ ആകാതെ. എങ്ങനെയെങ്കിലും അഭിയേട്ടം കൊടുക്കുന്ന ടെൻഡർ കോട്ട് എനിക്ക് അറിയണം. ഇത് കഴിച്ചിട്ട് ആലോചിക്കാം. കാർത്തികേ, എന്താ നീ ചെയ്തോണ്ടിരിക്കുന്നെ? എന്താ മറച്ചു പിടിക്കുന്നെ? ഒന്നുമില്ല ഇടത്തി. മര്യാദയ്ക്ക് അത് കാണിക്കുന്നുണ്ടോ ഇല്ലയോ? അഖിൽ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇത്? അഖിൽ പറഞ്ഞല്ലേ, വീടിനകത്ത് ഇത് എന്തിനാന്നാ ചോദിച്ചത്. എനിക്ക് കുടിക്കണമെന്ന് തോന്നി വാങ്ങിയിട്ട് വന്നു. ഏതോ കൂൾ ഡ്രിങ്ക്സോ ജ്യൂസോ വാങ്ങിക്കൊണ്ട് വന്നതുപോലെ എത്ര നിസ്സാരമായിട്ടാ നീ ഈ പറയുന്നേ? മദ്യം വാങ്ങിയിട്ട് വന്ന എന്താ പ്രോബ്ലം? പുറത്തു നിന്നും മദ്യപിച്ചിട്ട് വന്ന പ്രശ്നം വീട്ടിൽ കുടിച്ചാലും പ്രശ്നമാണോ? മനസ്സിലാക്കി തന്നെയാണോ നീ സംസാരിക്കുന്നത്? വീട്ടിൽ കൊച്ചു കുട്ടികളുള്ളതാ. ഉണ്ടെങ്കിൽ എന്താ? ഞാൻ എല്ലാവരും കാണുന്നത് പോലെ ഹാളിൽ ഇരുന്നാണോ കുടിക്കുന്നേ? എന്റെ മുറിക്കകത്തിരുന്നല്ലേ കുടിക്കുന്നേ? ഈ വീട്ടിലെ ആണുങ്ങൾ പോലും വീട്ടിൽ വെച്ച് കുടിക്കാറില്ല. പിന്നെ നിനക്ക് മാത്രം എന്താ? അത് ഓരോരുത്തരുടെ ഇഷ്ടം. മര്യാദയ്ക്ക് ഈ ബോട്ടിലെടുത്ത് വെളിയിൽ കൊണ്ടേ കളയെ. വാങ്ങിക്കൊണ്ട് വന്നത് കുടിക്കാനാണ്, പുറത്ത് കളയാനല്ല. പുറത്ത് കളയുന്നുണ്ടോ ഇല്ലയോ? നീ ആരാ എന്നോട് പറയാൻ? വീട്ടിൽ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ തെറ്റല്ലേ? ഏത് തെറ്റ് ഏത് ശരിയെന്ന് എനിക്കറിയാം. നിനക്ക് എന്തറിയാവുന്നാടി? ഇത്രയ്ക്ക് നീ തരം താണു പോകുന്നു ഞാൻ കരുതിയില്ല. എന്റെ ലൈഫ് എന്റെ ഇഷ്ടം. ഇടയില് നിങ്ങൾക്ക് എന്താ കാര്യം? ഒരു പെൺകുട്ടിയായിട്ടിരുന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല മോളെ. എന്നെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. പോയി നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. അവസാനമായിട്ട് നിന്നോട് പറയാ, മര്യാദയ്ക്ക് ഈ ബോട്ടിലെടുത്ത് പുറത്ത് കൊണ്ടുപോയി കളയാൻ. കളയാൻ പറ്റില്ലെന്ന് എത്ര പ്രാവശ്യം പറയണം? നീ കളഞ്ഞില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം. ബോട്ടിൽ താഴെടുത്തി. ഏട്ടാ, ഇത് പുറത്തെങ്ങാനും കൊണ്ടുപോയി കളയെ. എടി, നീ എന്താ ഈ കാണിക്കുന്നെ? കാർത്തിക, അപ്പി വിടാനാ പറഞ്ഞത്. വിടാനാ പറഞ്ഞത്. വിടാൻ വിടാനാ പറഞ്ഞത്. വിട് കാർത്തികേ, പറഞ്ഞു. വിടാനല്ലേ നിന്നോട് പറഞ്ഞേ? എടുത്തി തരുന്നുണ്ടോ ഇല്ലയോ? കാർത്തിക പറയുന്ന കേക്ക്. കുപ്പി കൊടുക്കാനാ പറഞ്ഞെ. കാർത്തിക, അത് വിട്. ഞാൻ അവസാനമായിട്ട് പറയാണ്, വിട്. ആരുടെ നേർക്ക നീ കൈയോങ്ങുന്നത്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നിട്ടാ ചേച്ചിയുടെ നേർക്ക് കൈ ഓങ്ങിയത്? ഞാൻ കൈ മാത്രമല്ലേ ഓങ്ങിയുള്ളൂ, പക്ഷേ നിങ്ങൾ എന്റെ മുഖത്തടിച്ചു. ഇനി ഒരിക്കൽ കൂടി ചേച്ചിയുടെ നേർക്ക് നിന്റെ കൈ പൊങ്ങിയ എന്റെ സ്വഭാവം മാറും. എന്താ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നെ? ഈ വീട്ടിലെ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞ അടുത്ത സ്ഥാനം ഈ നിൽക്കുന്ന ചേച്ചിക്കാ. അച്ഛനും അമ്മയും കഴിഞ്ഞ പിന്നെ എല്ലാവരും ബഹുമാനിക്കുന്നത് ഇവരെയാ. ഇതുവരെ ഭാസ്കരേട്ടൻ പോലും ചേച്ചിയുടെ നേർക്ക് കൈ ഓങ്ങിയിട്ടില്ല. എത്ര അഹങ്കാരം ഉണ്ടായിരുന്നിട്ടാ ഇങ്ങനെ ചെയ്തേ? അവരെന്റെ ബോട്ടിൽ വാങ്ങി പുറത്ത് കളയാൻ പറയുന്നു. അപ്പൊ എനിക്ക് ദേഷ്യം വരില്ലേ? മതി, നിർത്ത്.
കൊച്ചു പെൺകുട്ടിയാണ്, അറിയാതെ സംഭവിച്ചാണെന്ന് കരുതി ഞങ്ങളും മിണ്ടാതിരിക്കുമ്പോ ഓരോ ദിവസവും കഴിയുന്തോറും നീ നിന്റെ ഇഷ്ടത്തിന് തുള്ളിക്കൊണ്ടിരിക്കോ. നീ വാങ്ങിച്ചോണ്ട് വന്നത് കൂൾ ഡ്രിങ്ക്സ് ഒന്നുമല്ല, വീട്ടിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടി. നിനക്ക് എത്ര ധൈര്യമുണ്ട് മദ്യക്കുപ്പി വീട്ടിനകത്തേക്ക് കൊണ്ടുവരാൻ? ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? മര്യാദയ്ക്ക് ചേച്ചിയോട് സോറി പറയൂ. ചേച്ചിയുടെ കാലിൽ വീണ മാപ്പ് ചോദിക്ക. എന്തിനാ എല്ലാരും ചേർന്ന് ഇവളെങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇവരെ കണ്ടില്ല എന്ന് വിചാരിച്ചുള്ളൂ. ഇപ്പൊ എന്താ ചെയ്തെന്ന് ഇവരോട് തന്നെ ചോദിക്കും. എന്താ ഭാവനെ വിളക്ക് കൊളുത്തുന്ന കൈകൊണ്ട് മദ്യത്തിന്റെ ബോട്ടിലെടുത്തിരിക്കുന്നത്? ആ കുപ്പി കൊണ്ടുവന്നത് ഇവള് തന്നെയാ, അതുകൊണ്ടാ വഴക്ക് പറയുന്നത്. ആ നീ ഒരിക്കലും നന്നാവില്ലല്ലടി. വീട്ടിനകത്ത് തന്നെ മദ്യഷോപ്പ് തുറക്കാനാ പ്ലാൻ? സോറി പറയാനാ പറഞ്ഞേ. അത് വിട്ടേക്ക് മോളെ വസു, സോറി ഒന്നും പറയണ്ട. വാ ഭവനെ. നിൽക്ക് ഭാസ്കരേട്ടാ, ഇവള് സോറി പറയും, പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്നെ അടിച്ചിട്ട് ഞാൻ തിരിച്ച് സോറി പറയണോ? പറ്റില്ല. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൈയും കാലും തല്ലി ഒടിക്കും. ഒടിക്ക്. കേസ് കൊടുത്ത് ജയിലിലേക്ക് അയക്കും. എന്താടി വരട്ടാ നീ? ഓൾറെഡി ഒരു പ്രാവശ്യം കേസ് കൊടുത്തതാ, എന്നിട്ട് എന്തായെന്ന് അറിയാലോ. സിറ്റിയിലുള്ള എല്ലാ പോലീസുകാരും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. നല്ലവരായിട്ടുള്ളവർക്ക് വേണ്ടി തീർച്ചയായും പോലീസ് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നിന്നെ പോലെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നവർക്ക് ഒരു പോലീസുകാരും സഹായിക്കില്ല. നിന്റെ ചേച്ചിയായിട്ട് നിന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത് കാർത്തികേ. നീ അത് തെറ്റായിട്ടെടുത്ത എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇപ്പൊ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കാർത്തികേ. പക്ഷേ നീ നിന്നോട് തന്നെ സോറി പറയുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. വസു നിന്നെ വഴക്ക് പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മോളെ. ആവശ്യമില്ലാതെ ഇവിടെ എല്ലാവരെയും നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും നീ ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാണ്. ഈ ചെറിയ പ്രായത്തിൽ നിന്റെ ഭാവി നീ തന്നെ തകർക്കരുത്. ഇവളോട് റോഡിൽ കൂടി ഓടുന്ന നായോടും പറയുന്ന ഒരുപോലെയാ. നായയുടെ വാല് നിവർത്താൻ പറ്റുന്ന പോലെ ഇവളുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മദ്യം കഴിച്ചല്ല തീർക്കേണ്ടത് കാർത്തിക. അത് ഞങ്ങളോട് പറയണം. നീ കഷ്ടപ്പെടുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാനും, നീ വേദനിക്കുമ്പോൾ നിന്നെ ഓർത്ത് സഹതപിക്കാനും, പേടിച്ചിരിക്കുമ്പോൾ നിനക്ക് ധൈര്യം തരാനും, നിനക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് തീർത്തു തരാനും ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട്. നിന്നെ നീ തന്നെ ഒരു അന്യായി കണ്ടിട്ട് വെറുതെ ഭ്രാന്ത് കാണിച്ച് ജീവിതം നശിപ്പിക്കരുത്. ഇനി മേലിൽ ഇത് വീട്ടിലേക്ക് മാത്രമല്ല, നീ ഇത് കുടിച്ചാലും ശരി, ഇനിയും നിന്നെ ഞാൻ തല്ലും. കണ്ടില്ലേ ആന്റി, എല്ലാവരും ചേർന്ന് എന്നെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത്. എന്നെ ഒറ്റപ്പെടുത്തി എല്ലാവരും എന്നെ മോശക്കാരിയാക്കുക. തെറ്റ് നിന്റെ ഭാഗത്താ. അവര് വഴക്ക് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. നിങ്ങളും എന്താ ആന്റി എന്നെ സപ്പോർട്ട് ചെയ്യാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നേ? പിന്നെ ഞാനിപ്പോ എന്ത് പറയണോന്നാ? നിനക്ക് കുടിക്കാൻ തോന്നിയെങ്കിൽ അത് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ആരും തന്നെ അറിയാതെ മിണ്ടാതിരുന്ന് കുടിക്കുന്നതിന് പകരം എല്ലാരും കാണുന്ന കണക്ക് നീ എന്തിനാ എക്സിബിഷൻ നടത്തുന്നത്? ഞാൻ എന്താ ഹാളിൽ ഇരുന്നാണോ കഴിച്ചേ? ഞാൻ എന്റെ റൂമിൽ ഇരുന്നല്ലേ ബോട്ടിൽ ഓപ്പൺ ചെയ്തേ.
അത് പോട്ടെ, നിനക്കിപ്പോ കുടിക്കേണ്ട ആവശ്യം എന്താ? അല്ല, അത്രയ്ക്ക് വലിയ പ്രശ്നം എന്താ നിനക്ക്? എന്റെ കഷ്ടം എനിക്കല്ലേ അറിയൂ. എല്ലാം പുറത്ത് പറയാൻ പറ്റുമോ? കഷ്ടപ്പാടുണ്ടെങ്കിലേ അത് കുറച്ച് ദിവസത്തേക്കൊന്ന് സഹിക്കണം. ഇനി ഒരാഴ്ചയും 10 ദിവസം കഴിഞ്ഞാ നിനക്ക് ഡിവോഴ്സും ജീവനാംശം കിട്ടുമല്ലോ. സമാധാനത്തോടെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ നീ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും എന്തൊക്കെ ചെയ്താലും ആര് ചോദിക്കാനാ? നിന്നെ തടയാനുള്ള അധികാരം ആ സമയത്ത് ആർക്കുണ്ടാകും? കറക്റ്റ് ആന്റി. അപ്പൊ ഞാൻ ഫ്രീ ബേർഡ് ആകും. എന്നെ ആരും ഒന്നും പറയില്ല. അതാ ഞാൻ പറയുന്നത്. ഡിവോഴ്സും ജീവനാംശവും കിട്ടുന്നത് വരെ നീയൊന്ന് സമാധാനിക്കേ. ഇല്ലെങ്കിൽ നിന്റെ ഓരോരോ പ്രവർത്തികളെ ഒരു കാരണമാക്കി കാണിച്ച് നിനക്ക് ഡിവോഴ്സ് മാത്രം വാങ്ങിത്തരും. ജീവനാംശമൊന്നും കിട്ടില്ല. വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് ഇവിടെ ഇറങ്ങി പോകേണ്ടി വരും. സത്യമാണ് ആന്റി, ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല. അതൊക്കെ ആലോചിക്കണോടി. ഭാഗ്യം നമ്മളെ തേടി വന്നോണ്ടിരിക്കുമ്പോ നിർഭാഗ്യത്തെ കയ്യിൽ വെച്ചോണ്ട് നടക്കാൻ പാടില്ല. ഒരു വശത്താണെങ്കി എപ്പ ഡിവോഴ്സ് കിട്ടുമെന്ന് ആലോചിച്ചോണ്ട് ആ അഖിൽ അവിടെ കാത്തു കെട്ടിക്കിടക്കുക. മറ്റൊരു വശത്താണെങ്കി നിനക്ക് 10ന്റെ കാശ് കിട്ടാതെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആ വസു പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് നീ അവർക്ക് അനുകൂലമായിട്ട് ഓരോന്നിങ്ങനെ ചെയ്ത അവസാനം നിനക്കൊരു മണ്ണാങ്കട്ടയും കിട്ടില്ല. ഓക്കെ ആന്റി, ഇനി മുതല് വീട്ടിൽ വെച്ച് ഞാൻ കുടിക്കില്ല. പുറത്തു പോയും കുടിക്കണ്ട. നല്ലതായി നടക്കുന്ന പോലെ ഒന്ന് അഭിനയിക്കേ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റും വരാതെ നീ നോക്ക്. ഡിവോഴ്സ് കൊടുക്കുന്നതിന്റെ അന്ന് ജഡ്ജി മാമിന്റെ അടുത്തേക്ക് നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പോകാതെ നോക്കിക്കും. ശരി ആന്റി, ഇനി ഡിവോഴ്സ് കിട്ടുന്നത് വരെ ഞാൻ അഭിനയിക്കും. അതിനുശേഷം എന്റെ വിശ്വരൂപം ഞാൻ കാണിക്കും. അവർക്ക് നിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നീ എന്നോട് കൈമലർത്തി കാണിക്കരുത്. ജീവനാംശം വന്ന ഉടനെ എനിക്ക് കിട്ടേണ്ട കമ്മീഷൻ നീ തരണം. മറന്നുപോരുത്. ഓർമ്മയുണ്ട് ആന്റി, നിങ്ങൾക്ക് കമ്മീഷൻ തരാതെ എവിടെ പോവാനാ? നിങ്ങള് എന്റെ ആന്റിയാ. വന്നേ. വാ. എന്താ വസു നീ പറയുന്ന? ജയിലിൽ കിടന്ന ചന്ദ്രശേഖർ പുറത്തു വന്നെന്നോ? അഭിയെ കത്തിയോണ്ട് കുത്താൻ വന്നെന്നോ? അതെ ഏട്ടാ, വസുന്ധര കണ്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വലിയൊരു ആപത്ത് തന്നെ സംഭവിക്കുമായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അവൻ ഇതുവരെ ബുദ്ധി ശരിയായിട്ട് വന്നിട്ടില്ല. ഇവനെയൊക്കെ തൂക്കിക്കൊല്ലിയാ വേണ്ടത്. ആ ചന്ദ്രശേഖർ ഒരു ചത്ത പാമ്പാണെന്നാ വിചാരിച്ചേ. ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നു വിചാരിച്ചില്ല ചേച്ചി. എന്തായാലും അങ്ങനെയുള്ളവരെ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം വസു. പ്രതികാരം ചെയ്യാൻ തുനിയുന്നവൻ പാമ്പിനേക്കാളും അപകടകാരിയാ. അങ്ങനെയുള്ളവന് വെറുതെ വിടാൻ പാടില്ല ഏട്ടാ. അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവന്റെ കഥ കഴിക്കണം. അവനെ അറസ്റ്റ് ചെയ്ത SI വിളിച്ചൊന്ന് സംസാരിക്കബി. എന്തിനാ അവനെ വെറുതെ വിട്ടെന്ന് അന്വേഷിക്കണമല്ലോ. അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ഭാസ്കരേട്ടാ? ഈ അഭിയേട്ടനെപ്പോഴും ആവശ്യമില്ലാത്തവരോടൊക്കെ വഴക്കൂടിക്കൊണ്ടേയിരിക്കും. അവരെന്താ വെറുതെ ഇരിക്കോ? സന്ദർഭം നോക്കി പ്രതികാരം ചെയ്യാൻ വരും. അഭിയേട്ടൻ അങ്ങനെ വെറുതെ ഒന്നും അല്ല ആ ചന്ദ്രശേഖരുമായിട്ട് പ്രശ്നത്തിലായത്. അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് നിനക്കെന്താടി അറിയില്ലേ? അറിയാം. സുമിത്ര ദേവിയോട് 3 തവണ മർഡർ അറ്റംപ്റ്റ് നടത്തി. എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അവനൊരു ഫ്രോഡാണ്. ഇഡിയറ്റ്, റോഗ്, ഡേർട്ടി ഫെല്ലോ, ദരിദ്രവാസി, ചണ്ടാളൻ, നീചൻ, ദുഷ്ടൻ. എന്നിട്ടും അവൻ അങ്ങനെയുള്ളവനാന്ന് അറിഞ്ഞിട്ടും എന്തിനാ അവനെ അന്വേഷിക്കുന്നേ? അയ്യോ, നീ ഇപ്പൊ എന്തിനാ അവരെങ്ങനെ വഴക്ക് പറയുന്നത്? അങ്ങനെയുള്ളവനെ ചീത്ത വിളിക്കുകയല്ല, സൂചി കൊണ്ട് കുത്തണം, കത്തി വെച്ച് കീറണം, പെട്രോൾ ഒഴിച്ച് കത്തിക്കണം, തുണ്ടും തുണ്ടുമായി വെട്ടി കാക്കയ്ക്കും കഴുകനും ഇട്ടു കൊടുക്കണം. അയ്യോ, മതി മതി, നിർത്തടി. അവൾ അയാളെ പറയുന്നതിന് ഇളയമയ്ക്ക് എന്താ പ്രശ്നം? എന്തൊക്കെയായിരുന്നാലും അയാളൊരു മനുഷ്യനല്ലടാ. അയാൾ എങ്ങനെ മനുഷ്യനാവും? മനുഷ്യ മൃഗം അയാള്. സ്വന്തം അമ്മയെ പോലുള്ളൊരു ഏടത്തിയെ കൊല്ലാൻ നോക്കിയ വൃത്തികെട്ടവനാ. അതുപോലെ സ്വന്തം മക്കളെ പോലെ കാണേണ്ട സുമിത്ര ദേവിയുടെ മക്കളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയുള്ള ആ പാപിക്ക് നരകത്തിൽ എന്തൊക്കെ ശിക്ഷയാണ് കൊടുക്കുന്നത് അതെല്ലാം അവന് കിട്ടിയിരിക്കണം. അത് അവരുടെ കുടുംബം, അവരുടെ കമ്പനി, അവരുടെ ഇഷ്ടം.
അതിനിടയിൽ നമ്മളെന്തിനാ ഇടപെടുന്നേ? അഭിയും വസുവും അയാൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചോണ്ട് അയാൾക്ക് ചിലപ്പോ ദേഷ്യം ഉണ്ടാവും എന്നും പറഞ്ഞ് ഇങ്ങനെയാണോ പറയുന്നേ? ക്ഷമിച്ചങ്ങ് വെറുതെ വിടേണ്ടതല്ലേ? ഇളയമ്മ എന്ന് മുതലാ ഇത്ര നിഷ്കളങ്കയായത്? എല്ലാരും വെറുത്താ മാത്രം പോരടാ, ക്ഷമ കാണിക്കാനും പഠിക്കണം. സർവേ ജന സുഖിനോ ഭവന്തു. ആഹാ. നിങ്ങൾ ഈ പറയുന്ന കേട്ടിട്ടെ സാത്തൻ വേദം ഓതുന്ന പോലുണ്ട്. എന്തെങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള റോഗിന്റെ കാര്യത്തിൽ തലയിടരുത്. അവൻ കാരണം എന്നെ പോലുള്ള ആൾക്കാർക്കും ആപത്താണ്. ഈ ടോപ്പിക് ഒന്ന് അവസാനിപ്പിക്കുന്നുണ്ടോ? അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ വസുന്ധര, ഫുഡ് റെഡിയായോ? ആ റെഡിയായി ഏട്ടാ, ഒരു 5 മിനിറ്റ്. നീ വടി. ഞാൻ ഉടനെ എടുത്തു വെക്കാം ഏട്ടാ. ഉണ്ണിയാനോ? എന്താ അമ്മേ? ഹോംവർക്ക് ചെയ്ത് തീർത്തോ? ഫിനിഷ് ചെയ്തല്ലോ അമ്മേ. ശരി, രണ്ടുപേരും വേഗം കൈ കഴുകിയിട്ട് വാ, ഭക്ഷണം എടുത്തു വെക്കാം. ശരി അമ്മേ. ചേച്ചി, ടിഷ്യൂ പേപ്പർ എവിടെ ഇരിക്കുക? അത് കാണാനില്ല. സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടല്ലോ വസു. വാ, ഞാനത് എടുത്തുതരാം. ഇത് കൊടിയ വിഷം. ഇത് ആഹാരത്തിൽ കലർന്നാൽ കഴിച്ച 5 നിമിഷത്തിനകം എല്ലാവരും മരിച്ചിരിക്കും. ഇത് മയക്കുമരുന്ന്. കഴിച്ചാൽ 10 നിമിഷത്തിനകം മയങ്ങിപ്പോകും. 10 മണിക്കൂർ കഴിഞ്ഞാലേ പിന്നെ ഉണരൂ. ആദ്യം എല്ലാവർക്കും ഈ മയക്കുമരുന്ന് നൽകാം. അതിനുശേഷം അബിയെയും വസുവിനെയും കഴുത്ത് ഞെരിച്ച് കൊല്ലണം. എന്റെ പ്രതികാരം തീർക്കണം. രാജു, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? വെള്ളം കുടിക്കാൻ വന്നതാ മാഡം. നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? ഇപ്പോഴാ ജോലിയൊക്കെ തീർന്നത്. ശരി, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഇല്ല മാഡം, വീട്ടിലുണ്ട്. ഞാൻ അവിടെ പോയി കഴിക്കാം. എല്ലാവരും കൈ കഴുകിയിട്ട് വേഗം വന്നേ, ഭക്ഷണം റെഡിയായി. ഓക്കെ ഏട്ടാ, നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് വേണ്ടമ്മേ. ഇപ്പോഴല്ലേ സ്നാക്സ് ഒക്കെ കഴിച്ചത്. നിങ്ങൾ എല്ലാരും കഴിക്ക്. ഭക്ഷണം കഴിക്കാതെ കിടന്നാ ഉറക്കം ശരിയാവില്ല ഉണ്ണി. ഞാൻ പാല് കുടിച്ചിട്ട് കിടന്നോളാം വല്യച്ഛ. വാടി പോയി കഴിക്കാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു ആഹാരവും കഴിക്കില്ല. പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം. ആ
എന്തിനടി? അവളുടെ കയ്യിൽ കാശ് ഒരുപാടുണ്ട്, അതുകൊണ്ടാ. നീ തന്നെയല്ലേ ഇഷ്ടത്തിന് വാങ്ങി കഴിച്ചോളാൻ പറഞ്ഞേ, അതുകൊണ്ടാ ഞാൻ ഓർഡർ ചെയ്തേ. എന്താടി ഓർഡർ ചെയ്തേ? എനിക്ക് ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നിങ്ങൾ ഈ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ മതി. എനിക്കും കൂടി ഓർഡർ ചെയ്യായിരുന്നില്ലേ? അവള് കഴിക്കുന്നൊന്നും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് കഴിക്ക്. അമ്മേ, എനിക്ക് പാല്. ദാ ഇപ്പൊ കൊണ്ടുവരാം ഉണ്ണി. ഭാവനെ വസു, നിങ്ങളും വന്നിരുന്ന് കഴിക്കേ. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ഏട്ടാ. കഴിക്കേട്ടതേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയില്ലേ? വസുന്ധര, താനും കഴിക്കാതിരിക്കെ. ഇരിക്കുന്നേ. ആ ഇരിക്ക് ഭാവനെ. അമ്മേ, വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ. എന്താ അനു കോട്ടുവായിരുന്നേ? നിനക്ക് അപ്പോഴേക്കും ഉറക്കം വന്നോ? ആ അതെ ചേട്ടാ. ഉണ്ണി, അനിയത്തിക്ക് ഉറക്കം വരുന്നു, കൂട്ടിക്കൊണ്ടു പോ. വാ അനു. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്തോ ഇന്ന് വല്ലാത്തൊരു ക്ഷീണം. ആ അതേട്ടാ, എനിക്കും അങ്ങനെ തോന്നുവാ. ഞാനും കുറച്ച് കിടക്കാം. ശരി ഏട്ടാ. ചേച്ചി, എനിക്ക് നല്ല ഉറക്കം വരിക. ഞാനും പോയി ഉറങ്ങട്ടെ. ഇതൊക്കെ രാവിലെ ക്ലീൻ ചെയ്യാം. ശരി വസു. അയ്യോ, ക്യാൻസൽ ആയി പോയല്ലോ. എന്താടി നിന്റെ ഭക്ഷണം ഇതുവരെ വന്നില്ലേ? ഇപ്പോഴാണ് ഓർഡർ ക്യാൻസൽ ആയത് ആന്റി. അപ്പോ ഇന്ന് നിനക്ക് പട്ടിണി തന്നെ. അങ്ങനെയാ തോന്നുന്നേ. എല്ലാരും കിടക്കാൻ പോയിരിക്കുക. ശബ്ദം ഉണ്ടാക്കാതെ അടുക്കളയിൽ പോയിട്ട് കഴിക്കാൻ നോക്ക്. അങ്ങനെ ചെയ്യാല്ലേ? പിന്നെ എന്ത് ചെയ്യാനാ? നീ എന്താ വിശന്നിരിക്കാൻ പോവാ? വേഗം ചെല്ല്. എന്തോ എനിക്കും വല്ലാതെ ഉറക്കം വരുന്നടേ.